അപ്പം ഇന്നെൻ്റെ അമ്മയുടെ ഒരു ഫാമിലി മീറ്റപ്പ് ആയിരുന്നു. അപ്പം ഞങ്ങൾ ഒരു ഉച്ചയോട് കൂടുതൽ ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഞങ്ങൾ വന്നപ്പോഴേക്ക് ഭയങ്കര കോടമഞ്ഞൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ റിസോർട്ട്. ഈ കാണുന്നതെല്ലാം ഓരോ വില്ലാസാണ്. നമ്മൾ മൊത്തം 9 വില്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഈ റിസോർട്ടും ഈ കോടമഞ്ഞൊക്കെ കണ്ടിട്ട് എങ്ങനെ ഒരു ഡാൻസ് കളിക്കാതിരിക്കും? പിന്നെ ഫുൾ ഡാൻസ് ആയിരുന്നു. വൈകുന്നേരം ആയപ്പോൾ എല്ലാവരും പല വഴിക്കായിരുന്നു. പിന്നെ കിട്ടിയവരൊക്കെ കൂട്ടിപ്പിടിച്ച് ഞങ്ങൾ ഒരു ഫോട്ടോ അങ്ങ് പിടിച്ചു. പിന്നല്ല, അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊരു ഹാളിൽ മൊത്തം പോയി. പിന്നെ മൊത്തം കളിയും ചിരിയും തമാശകളും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങ് അടിച്ചു പൊളിച്ചു. പിന്നെ വലിയവരുടെയും കുട്ടികളുടെയൊക്കെ കസാരകളിയും സമ്മാനദാനവും അവിടെ മൊത്തം ആകെ ഒരു വൈബായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് രാത്രിയപ്പോൾ എല്ലാവരും ക്യാമ്പ് ഫയറിന് ചുറ്റും കൂടിയിരുന്നു. പിന്നെ എല്ലാവരും കൂടെ അണ്ടാശയൊക്കെ കളിച്ച് ക്യാമ്പ് ഫയർ അങ്ങ് ആസ്വദിച്ചു. രാവിലെയായി ഞങ്ങൾ 11 ഫാമിലിയും കൂടെ ഒരു വാഹന റാലിയൊക്കെ ആയിട്ട് അങ്ങ് റിസോർട്ടിൽ നിന്ന് പുറത്തേക്ക്. അടുത്ത ലക്ഷ്യം നമുക്ക് വാഗമൺ പൈൻ വാലിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ പൈൻ വാലിയിലേക്കുള്ള എൻട്രി പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും തിക്കി തിരങ്ങിയൊക്കെയാണ് പൈൻ വാലിയിലേക്ക് പോകുന്നത്. അപ്പോഴും അതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ക്യാമറമാൻ നോക്കി ഒരു ഹായ് കാണിക്കാൻ മറന്നില്ല. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വാഗമൺ പൈൻ വാലി. തിരക്കിന് ഒരു കുറവുമില്ല. ഫാമിലി ആയിട്ട് എല്ലാവരും ഒരു ഫോട്ടോ പിടിക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ എല്ലാവരെയും പാർക്കിക്കൂട്ട് ഞങ്ങളൊരു ഫാമിലി ഫോട്ടോ പിടിച്ചു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കുന്ന സമയമാണ് കേട്ടോ. ഫുഡ് കഴിക്കുന്നത് ഹോട്ടലിലൊന്നും അല്ല കേട്ടോ. ഇതാണ് കേട്ടോ വാഗമൺ മൊട്ടക്കുന്ന്. ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് ഒരു ആംബിയൻസിലിരുന്നാണ് കേട്ടോ ഞങ്ങളെല്ലാം ഫുഡ് കഴിക്കുന്നത്. ഫുഡ് ബിരിയാണിയാണ് കേട്ടോ. റീൽസ് എടുക്കാനുള്ള റിഹേഴ്സലാണ് കേട്ടോ ഞാനും പൊന്നി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അഞ്ചുരുളിയിലേക്ക് യാത്രയായി. അതും വാഹന റാലിയായിട്ട് തന്നെ. ഇതാണ് കേട്ടോ നമ്മുടെ ഇടുക്കി ഡാം. ഇതൊരു അടിപൊളി കാഴ്ചയാണ് കേട്ടോ. ഈ കാഴ്ചയുള്ളത് അഞ്ചുരുളി ടണലിനടുത്താണ് കേട്ടോ. ഇതാണ് കേട്ടോ ടണൽ. അപ്പം ഈ ടണലിന് ഒരു 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇരട്ടയാറ്റിൽ നിന്ന് ഇടുക്കി ഡാമിലേക്ക് വെള്ളം എത്തിച്ചു കൊടുക്കുന്ന തുരങ്കമാണ് കേട്ടോ ഇത്. എന്തായാലും അഞ്ചുരുളിയോട് കൂടി ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.